ഇതിൻ്റെ പുറകിൽ ഒരു പ്ലാനിങ്ങും ഒരു ഗൂഢാലോചനയും ഒരു വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഉണ്ടെന്നുള്ളത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അപ്പോൾ വളരെ കൃത്യമായി പറഞ്ഞാൽ ഈ വിചാരണ നടക്കുന്നതിന് തൊട്ട് മുൻപ്, അതായത് കേസ് 1990 ഏപ്രിൽ മാസത്തിൽ നടക്കുന്നു. വിചാരണയ്ക്ക് വരുന്നതിന് മുമ്പ് 8ാം മാസത്തിൽ ഈ തൊണ്ടി വസ്തുവായ അണ്ടർവെയർ അവരോട് എടുത്തുകൊണ്ട് പോകുന്നു, വെട്ടി തേച്ചതാക്കി 12ാം മാസം തിരികെ കൊണ്ടുവയ്ക്കുന്നു. അതിനുശേഷം വിചാരണ നടക്കുമ്പോൾ ഇത് പ്രതിക്ക് ചേരില്ല എന്ന് പേരിനെന്ന് പറഞ്ഞു വെക്കുന്നു. ഇടിവിച്ച് നോക്കണമെന്ന് സാർ ആവശ്യപ്പെടുന്നെങ്കിലും അവരത് ചെയ്യുന്നില്ല. അവർ ചെയ്തിരുന്നെങ്കിൽ ആ വിചാരണ അവിടെ നിർത്തിവെച്ച് ഈ അന്വേഷണത്തിലേക്ക് പോകുമായിരുന്നു. അത് ചെയ്യാതെ അവർ കോൺഫിഡന്റ് ആയി പിന്നീട് ഹൈക്കോടതി ചെന്നപ്പോൾ ഇടിവിച്ച് നോക്കണമെന്ന് ആവശ്യപ്പെടുന്നു. സാറിന്റെ സാന്നിധ്യം ഇല്ലാത്തപ്പോൾ ഇട്ടുനോക്കുന്നു, പ്രതി രാജ്യം വിടുന്നു. ഇത് വളരെ ക്ലവറായിട്ട് പ്ലാൻ ചെയ്ത് തന്നെ കൊണ്ടുവന്ന ഒന്ന്. ഇങ്ങനെ എവിടെയെങ്കിലും നമ്മുടെ കേരളത്തിൽ, സാർ അന്വേഷിച്ച കേരളത്തിൽ എന്നല്ല, എവിടെയെങ്കിലും ഈ തരത്തിൽ അണ്ടർവെയർ എന്നുള്ളത് പോട്ടെ, മറ്റേ ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ തൊണ്ടി മാനിപ്പുലേഷൻ നടത്തിയ ഒരു കേസ് കേട്ടിട്ടുണ്ടോ? ഞാൻ സത്യത്തിൽ ഒരിക്കലും കേട്ടിട്ടില്ല. ഇതിന് മുമ്പോ പിമ്പോ ഇങ്ങനെ നടന്നതായിട്ട് എനിക്ക് അറിയില്ല. പക്ഷേ തൊണ്ടികളിൽ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ കോടതികളിൽ ചില ഇതൊക്കെ തിരിമറികളൊക്കെ ഇങ്ങനെ നടന്നു. അത് കോടതിക്കുള്ളിൽ ഇങ്ങനെ നടന്നതായിട്ടൊന്നും എനിക്ക് യാതൊരു ഇതുമില്ല. പക്ഷെ ഞാൻ അനിലിനോട് ചോദിക്കുന്ന ഒരു കാര്യം, അനിൽ ഒന്ന് ചിന്തിച്ച് നോക്കൂ. അതായത് ഇവിടെ നിന്ന് ഇയാൾ രക്ഷപ്പെട്ട ഇതെല്ലാം കാണിച്ച് നമ്മളെ കൊഞ്ഞനം കുത്തിയിട്ട് അയാൾ തിരിച്ച് അയാളുടെ രാജ്യത്ത് പോയി. അയാൾ ആ രാജ്യത്ത് പോയിട്ട് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് കൊടുക്കുന്ന ഒരു ഇംപ്രഷൻ എന്തായിരിക്കും? നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ച്, നമ്മുടെ ഇവിടുത്തെ ജുഡീഷ്യൽ സിസ്റ്റം, നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചും പോലീസിങ്ങിനെ കുറിച്ചും കൊടുക്കുന്ന ഒരു ഇംപ്രഷൻ ഇതൊരു ബനാന റിപ്പബ്ലിക് പോലെ ആണെന്ന്. അങ്ങനെയല്ലേ? അതെ, അതായത് സംശയം അങ്ങനെയാണല്ലോ. അയാൾ മറ്റൊരു കേസിൽ പെടുമ്പോൾ ഒരു ഹബിച്വൽ ഒഫൻഡർ ആയിരുന്നു. അതിന് വ്യക്തം ചെറിയ കേസല്ല, ഇതൊരു ലഹരി മരുന്ന് കേസ്, അതൊരു കൊലപാതക കേസ്. ആ കൊലപാതക കേസ് കിട്ടിക്കിടക്കുമ്പോൾ സഹ തടവുകാരനാണ് അയാൾ. പൊങ്ങച്ചം പറഞ്ഞതാണ്. തീർച്ചയായിട്ടും അത് ഞാനവിടെ കേരളത്തിൽ ഇങ്ങനെ ഒരു കേസിൽ പെട്ടിട്ട് ക്ലർക്ക് ഓഫ് കോർട്സിനെ ബ്രൈബ് ചെയ്ത് അണ്ടർവെയർ സ്വാപ്പ് ചെയ്ത് രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര ഭീകരമായ ഒരു കാര്യമാണത്. അത് പറഞ്ഞതുപോലെ പക്ഷേ അവിടുത്തെ പോലീസ് സംവിധാനം ഉണർന്ന് പ്രവർത്തിച്ചതുകൊണ്ട് അത് അവിടുത്തെ രേഖയാക്കി എത്രയും വേഗത്തിൽ തീർച്ചയായിട്ടും. പക്ഷേ അത് കൈവച്ചുകൊണ്ടാണ് നമ്മുടെ പോലീസുകാർ. ഞാൻ പറയാണ്, അതാണ് എനിക്ക് തന്നെ അത് ആലോചിക്കുമ്പോൾ ലജ്ജ തോന്നുന്നു. അതിവിടെ വന്നിട്ട് ആരും കാണാതെ കിടന്ന് 2002 കേസ് എഴുതി ഒന്നുമില്ല. ഇതെല്ലാം ഈ കേസ് എഴുതി തള്ളുമ്പോൾ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പക്കലുണ്ട്. ഇത് ഇത്രയും ഉണ്ടായിട്ടാണ് അദ്ദേഹം അന്ന് എഴുതി തള്ളിയത്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയാത്തത് മരിച്ചുപോയ ആളിനോടുള്ള ഒരു ബഹുമാനം കൊണ്ട് മാത്രമാണ്.